അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കുട്ടികളെ, 5ാം ക്ലാസ്സിലെ താരീഖിൻ്റെ പരീക്ഷ, താരീഖും അഖ്ലാഖും കൂടി 100 മാർക്കിനായിരിക്കും പരീക്ഷ, എല്ലാവർക്കും അറിയാം അല്ലേ? എന്നാൽ താരീഖ് ഏതാണ് പ്രധാനപ്പെട്ട പാഠം, ഏതാണ് പ്രധാനമല്ലാത്ത പാഠം എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഏത് പാഠത്തുനിന്നും ചോദിക്കാം. ഇന്ന പ്രധാനപ്പെട്ട ഭാഗം ഇതാണ് എന്നൊന്നും നമുക്ക് കൺഫേം ആയിട്ട് ഉറപ്പായിട്ട് പറയാൻ കഴിയില്ല. ഒരു 4-5 വർഷത്തെ ചോദ്യപേപ്പർ ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, നമുക്ക് ഒന്നും ഉറപ്പിച്ച് പറയാൻ കഴിയാത്തത്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായി നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് താരീഖ്. എവിടുന്നും ചോദിക്കാം. മാത്രമല്ല, പരീക്ഷയ്ക്ക് ഒരു 40-45 മാർക്ക് അല്ലെങ്കിൽ 50 മാർക്ക് വരെ താരീഖിൽ നിന്ന് ചോദ്യം ഉണ്ടാവും. കറക്റ്റായിട്ട് 50 മാർക്കെന്ന് പറയാൻ കഴിയില്ല, എങ്കിലും 45 മാർക്കിൻ്റെ താഴെ ഇതുവരെ വന്നിട്ടില്ല. അത്രയും ചോദ്യങ്ങൾ ഈ താരീഖിൽ നിന്നുണ്ടാവും. 13 പാഠങ്ങൾ താരീഖുണ്ട്. ഏത് പഠിക്കണം എന്ന് അങ്കലാപ്പിലായി നിൽക്കുകയാണ് എല്ലാവരും. കാരണം ഒരു പാഠത്തിൻ്റെ ഇന്നാലിന്ന ഭാഗം ഇതാണ് പരീക്ഷയ്ക്ക് വരിക എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. ഏത് മൈന്യൂട്ടായ എത്ര സിമ്പിളായ വിഷയങ്ങളും, അല്ലെങ്കിൽ ഒരു യുദ്ധം നടന്ന വർഷം, അല്ലെങ്കിൽ അവിടെ നടന്ന, അല്ലെങ്കിൽ ആ കുതിരൻ്റെ പേരെന്താണ്, ഇങ്ങനെ എത്ര ചെറിയ വിഷയം വരെ താരീഖെന്ന് ചോദ്യം വരും. അപ്പോൾ ഒന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് താരീഖിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ഓരോ പാഠത്തിൻ്റെ സമ്മറി, അതിൻ്റെ ആകത്തുക നമുക്ക് ചർച്ച ചെയ്യാം. ആ ആകത്തുക പഠിച്ചാൽ ആ പാഠത്തിൽ വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം എഴുതാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ആദ്യം തിരഞ്ഞെടുത്ത പാഠം മക്ക വിജയം എന്നാണ്. മക്ക വിജയം ഒരുപാടുണ്ട് അല്ലേ? ഈ ഒരു പേജും പിന്നെ ഈ ഒരു പേജും, ഏകദേശം 2 പേജ് മുഴുവനായിട്ട് മക്ക വിജയമുണ്ട്. നമ്മൾ ആദ്യം മക്ക വിജയത്തിൽ പഠിക്കേണ്ടത്, ഞാൻ ഇവിടെ ഒരു 8 പോയിന്റ് ആക്കിയിട്ട് ഈ മക്ക വിജയത്തെ സമ്മറി ആക്കിയിട്ടുണ്ട്. മക്ക വിജയത്തിൻ്റെ ഷോർട്ട്. ഒന്നാമത് പഠിക്കേണ്ടത് ഹിജ്റ 8-ാം വർഷം റമളാനിനാണ് മക്ക വിജയം നടന്നത്. മക്ക വിജയം നടന്നത് ഹിജ്റ 8 റമളാനിൽ. ആദ്യം പഠിച്ചു വെക്കുക. റമളാൻ മാസമാണെന്ന് ആദ്യം പഠിച്ചു വെക്കുക. പിന്നെ എന്താണ് ഇവിടെ ഉണ്ടായ സംഭവം? അതായത് ഇതിൻ്റെ മുമ്പ് ഒരു സംഭവം ഉണ്ടായി. ഹുദൈബിയ കരാർ, ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന ഒരു കരാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖുറൈശികളും തമ്മിൽ നടന്നു. എന്തായിരുന്നു ആ കരാറ്? ഇനി തമ്മിൽ നമ്മൾ എന്ത് വേണ്ട, യുദ്ധം വേണ്ട എന്നുള്ള ഒരു കരാറായിരുന്നു. എന്നാൽ മുസ്ലിമീങ്ങളുടെ സഖ്യകക്ഷിയാണ് ഖുസാഅത്ത് ഗോത്രം. ഖുറൈശികളുടെ സഖ്യകക്ഷിയാണ് ബനൂ ബക്കർ ഗോത്രം. ഈ 2 ഗോത്രങ്ങൾ തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായി. ഈ ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോൾ ഖുറൈശികൾ എന്ത് ചെയ്തു? ഈ ബനൂ ബക്കർ ഗോത്രത്തിനെ സഹായിച്ചു. അങ്ങനെ സഹായിക്കാൻ പാടില്ലായിരുന്നു. കാരണം ഖുറൈശികളും മുസ്ലിമീങ്ങളും തമ്മിൽ ഹുദൈബിയ സന്ധിയിൽ ഏർപ്പെട്ട് ഒരു കരാർ തീരുമാനിച്ചതാണ്. ആ കരാറിനെ ലംഘിച്ചുകൊണ്ട് ഖുറൈശികൾ എന്ത് ചെയ്തു? അവരുടെ സഖ്യകക്ഷിയായ ബനൂ ബക്കർ ഗോത്രത്തിനെ സഹായിച്ചു. അപ്പോൾ തീർച്ചയായും മുസ്ലിങ്ങൾ എന്ത് ചെയ്തു? ഖുസാഅത്ത് ഗോത്രത്തിനെയും സഹായിക്കാൻ നിർബന്ധിതായ, അങ്ങനെ ഖുസാഅത്ത് ഗോത്രത്തിനെയും സഹായിച്ചു. അങ്ങനെ ഒരു യുദ്ധം പുറപ്പെടുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10,000 സ്വഹാബികളുമായിട്ട് മക്കയിലേക്ക് പുറപ്പെട്ടു. നമ്പർ ഓർത്തു വെക്കുക, 10,000. ഞാൻ ഈ നമ്പർ ഇട്ട് മാത്രം പഠിച്ചാൽ മതി. ഇവിടെ 10,000 സ്വഹാബികൾ മക്കയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ മറുൽ ലഹ്റാൻ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഇറങ്ങിയ സ്ഥലത്തിന്റെ പേര് പഠിച്ചു വെക്കുക, മറുൽ ലഹ്റാൻ. മറുൽ ലഹ്റാൻ സ്ഥലത്ത് ഇറങ്ങി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുതിരയുടെ പേരാണ് ബൈളാ. ആ കുതിരയെ ആരെ ഏൽപ്പിച്ചു? അബ്ബാസ് റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചു. ബൈളാ എന്ന കുതിരയെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. എന്നിട്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ മറുൽ ലഹ്റാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ നിരീക്ഷിച്ചു. ശത്രുക്കൾ ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നിരീക്ഷിച്ചു. അപ്പൊ നേരത്തെ ഈ അബൂ സുഫിയാൻ എന്ത് ചെയ്തു? ഖുറൈശികളിൽപ്പെട്ട അബൂ സുഫിയാന് മുസ്ലിമീങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പൊ മറുൽ ലഹ്റാനിൽ ആരുണ്ട്? അബൂ സുഫിയാൻ. നേരത്തെ വന്ന അബൂ സുഫിയാൻ അവിടെ ഉണ്ട്. അപ്പൊ അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഈ അബൂ സുഫിയാനെ കുതിരന്റെ ബാക്കിൽ കയറ്റി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് കൊണ്ടുപോയി. അങ്ങനെ അബൂ സുഫിയാൻ എന്ത് ചെയ്തു? ഇസ്ലാം സ്വീകരിച്ചു. റസൂലുള്ളാഹിനെ കണ്ട് അവിടുന്ന് ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ അവർ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. മക്കയിലേക്കുള്ള വഴിയിൽ മക്കയുടെ സമീപ പ്രദേശമായൊരു സ്ഥലമാണ് ദീ തുവ. സ്ഥലത്തിന്റെ പേര് ഓർത്തു വെക്കുക, ദീ തുവ. നേരത്തെ പറഞ്ഞ സ്ഥലത്തിന്റെ പേര് മറുൽ ലഹ്റാൻ. ഈ ദീ തുവ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? തങ്ങളുടെ സൈന്യത്തെ 2 വിഭാഗമാക്കി തിരിച്ചു. ഒന്ന് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വവും മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വവും. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു മക്കയുടെ താഴ്ഭാഗത്തു കൂടി പ്രവേശിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയുടെ മേൽഭാഗത്തു കൂടി പ്രവേശിക്കുന്നു. പാഠത്തിന്റെ സമ്മറിയാണ് പറയുന്നത്. ഇത് മാത്രം നോക്കിയാൽ മതി നമ്മൾ. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം, മറ്റൊരു വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ.
പിന്നെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു മക്കയുടെ താഴ്ഭാഗത്തു കൂടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മേൽഭാഗത്തു കൂടി. അത് പഠിച്ചു. അങ്ങനെ മക്കയുടെ താഴ്ഭാഗത്തു കൂടി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആരുമായി ഏറ്റുമുട്ടി? ബനൂ ബക്കർ ഹുദൈൽ 2 ഗോത്രങ്ങളുമായി ഏറ്റുമുട്ടി. ഏതൊക്കെ ഗോത്രം? ബനൂ ബക്കർ ഹുദൈൽ. ഈ 2 ഗോത്രവുമായി അവർ ഏറ്റുമുട്ടേണ്ടി വന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആരുമായി എന്ത് ചെയ്തിട്ടില്ല? ഏറ്റുമുട്ടേണ്ടി വന്നിട്ട് ഇല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഇവർ തമ്മിൽ യുദ്ധം നടന്നു. അതിൽ കുറച്ച് മുസ്ലിമീങ്ങളൊക്കെ ഷഹീദാവുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ പ്രവേശിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? ഒരു പ്രഖ്യാപനം നടന്നു, ഒരു വിളിച്ചു പറയൽ. എന്താ വിളിച്ചു പറയൽ? ആരെങ്കിലും അബൂ സുഫിയാന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ, അല്ലെങ്കിൽ പള്ളിയിൽ പ്രവേശിച്ചാൽ, അല്ലെങ്കിൽ അവനവന്റെ വീട്ടില് വാതിലടച്ചുകൊണ്ട് വീട്ടിനകത്തിരുന്നാൽ അവരെല്ലാവരും നിർഭയരാണ്, അവരൊന്നും ഞങ്ങൾ ആക്രമിക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ സുഫിയാനോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞു, വിളിച്ചു പറയാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുന്നത്? മക്കയിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ ഇത് കേട്ടത് കൊണ്ട് ശത്രുക്കളൊക്കെ എന്ത് ചെയ്തു? മക്കയിലുണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുക്കൾ ഖുറൈശികൾ മുഴുവൻ എന്ത് ചെയ്തു? അവർ പള്ളികളിലും അതുപോലെ തന്നെ വീടുകളിലൊക്കെ എന്ത് ചെയ്തു? അഭയം പ്രാപിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബത്തിന്റെ അടുത്ത് വരികയും എന്നിട്ട് അവിടുന്ന് പ്രഖ്യാപിച്ചു, വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ. ആ വരി പല പരീക്ഷയ്ക്കും വന്നൊരു ചോദ്യമാണ്. ഈ വരി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ, വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂഖ. ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടും വന്നിട്ടുണ്ട്, പൂരിപ്പിക്കാനും വന്നിട്ടുണ്ട്. എന്താണ് ഇതിന്റെ അർത്ഥം? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും പിന്നെ അർത്ഥം എഴുതാനും. സത്യം വന്നു, അസത്യം നശിച്ചു, നിശ്ചയം അസത്യം നശിക്കുന്നതാണ്. സത്യമാണ് വന്നത്, അസത്യം നശിച്ചു, നിശ്ചയം അസത്യം നശിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഅബയുടെ അടുത്ത് ചെന്ന് തവാഫ് നിർവഹിച്ചു. അവിടെ ഉണ്ടായിരുന്ന ബിംബങ്ങളെല്ലാം നീക്കം ചെയ്യാൻ കൽപ്പിച്ചു. കഅബയിൽ പ്രവേശിച്ച് 2 റക്അത്ത് നിസ്കരിച്ചു. ഈ കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. അപ്പോൾ പിന്നെ ഈ പാഠത്തിൽ പ്രധാനമായിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു സംഭവം, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ കുറച്ച് ഉപദേശമുണ്ട്. അതെന്താണ്? ഇതാ, എത്തിയപ്പോൾ എന്ത് ചെയ്തു? ഒരു വിഭാഗത്തിന്റെ നേതൃത്വം ഖാലിദ് ബിൻ വലീദിനെ ഏൽപ്പിച്ചു. മക്കയുടെ താഴ്ഭാഗത്തിലൂടെ പ്രവേശിക്കുവാനും തന്നോട് എതിരാകുന്നവരോട് മാത്രമേ പോരാടാവൂ എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ആരാണോ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്നത് അവരെ മാത്രം തിരിച്ചാക്രമിച്ചാൽ മതി എന്ന് കൽപ്പിക്കുകയും ചെയ്തു. ഇതായിരുന്നു ഖാലിദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. അപ്പോൾ ഈ 8 പോയിന്റിലൂടെ ഈ മക്ക വിജയം എന്ന് പറയുന്ന പാഠത്തിന്റെ മുഴുവൻ ആശയം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു 8 പോയിന്റ് നിങ്ങൾ ഓർത്തു വെക്കുക. ഇൻഷാ അല്ലാഹ് ഈ 8 പോയിന്റ് പഠിച്ചാൽ തന്നെ ഈ പാഠത്തിന് വരുന്ന ഏത് ചോദ്യത്തിനും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും. പേരുകളൊക്കെ ഓർത്തു വെക്കുക. ബൈളാ, മറുൽ ലഹ്റാന്, ദീതുവ, അബൂ സുഫിയാന്, പിന്നെ ഈ വഖുൽ ജാഅൽ ഹഖ് എന്നുള്ളത് പൂരിപ്പിക്കാൻ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും.